ഡോക്ടറെ, നമ്മളെ മിക്കപ്പോഴും ഒ പിയിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ദഹനത്തിന്റെ പ്രശ്നം എന്നുള്ളത്. എല്ലാ പേഷ്യൻസിനും ഒട്ടുമിക്ക ആൾക്കാരും വന്ന് പറയാറുള്ളത് ഗ്യാസിനെ തുടർന്നിട്ടുണ്ടാകുന്ന വയറുവേദന. അതായത് ജീവിതശൈലിയിൽ ദഹനം എന്നുള്ളൊരു അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈജഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഉള്ളത്. ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് ഒ പിയിൽ വന്ന് പറയാറുണ്ട്, ഇപ്പം ഞാൻ ചില ഫുഡുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും അവർക്ക് പറ്റാറില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ചിലരുടെ അടുത്ത് പറയും നേന്ത്രപ്പഴം കഴിക്കാൻ പറയും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടോ, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ്, RUT ടെസ്റ്റ്, അത് H. പൈലോറി ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ. ഹായ്, ഞാൻ ഡോക്ടർ സെമിയ. ഞങ്ങൾ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻസ് ആണ്. ഡോക്ടറെ, നമ്മളെ മിക്കപ്പോഴും ഒ പിയിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ദഹനത്തിന്റെ പ്രശ്നം എന്നുള്ളത്. എല്ലാ പേഷ്യൻസിനും ഒട്ടുമിക്ക ആൾക്കാരും വന്ന് പറയാറുള്ളത് ഗ്യാസിനെ തുടർന്നിട്ടുണ്ടാകുന്ന വയറുവേദന. അതായത് ജീവിതശൈലിയിൽ ദഹനം എന്നുള്ളൊരു അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈജഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഉള്ളത്. പലർക്കും ഈ ഡൈജഷൻ എന്ന് പറയുമ്പോൾ വെറും ഒരു വയർ സംബന്ധമായിട്ടുള്ള അസുഖമാണ് എന്നുള്ളതൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ ഡൈജഷന് പലപ്പോഴും ദഹനത്തിൻ്റെ മാത്രമല്ല അതിൻ്റെ സിംറ്റംസ് കാണിക്കാറുള്ളത് അല്ലേ? പലപ്പോഴും അത് സ്കിന്നിലായിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ബോഡിയിലുള്ള പല ലക്ഷണങ്ങളാണ് ഈ ഡൈജഷൻ പ്രോപ്പർ അല്ലാത്ത സമയത്ത് വരാറുള്ളത്. അതിൽ തന്നെ ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് വലിയൊരു വാസായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡോക്ടർക്ക് എങ്ങനെയാണ് ഒ പിയിൽ വരുന്ന സമയത്ത്? അതെ, എൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോഴും മിക്ക ആളുകളും പറയുന്ന പ്രശ്നമാണ് ദഹനത്തിൻ്റെ പ്രശ്നം. പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഇപ്പോൾ പല ആളുകളും നെഞ്ചിരിച്ചിലായിരിക്കും, പുളിച്ചു തികട്ടൽ, അല്ലെങ്കിൽ വയറ് വേദന, വയറെരിച്ചിൽ, ഇങ്ങനെ പല ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞാലും അവർ പറയുന്ന ഒരു കോമൺ കണ്ടീഷൻ എന്താ പറയുക, ഡോക്ടർ എനിക്ക് ഗ്യാസ് ആണെന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഗ്യാസ് വരുന്നത് സാധാരണ നമ്മൾ ഈ ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. നമുക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും അതുപോലെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള ദഹനത്തിൻ്റെ പ്രോബ്ലംസ് കാണാറുണ്ട്. പക്ഷേ അതിൽ മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും അതുപോലെ ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടുമാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് അവരുടെ ഈ ഒരു വേറെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് മറ്റു അസുഖങ്ങളിലും ഇത് കൊണ്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് വയറിൻ്റെ മാത്രം അസുഖം കൊണ്ട് വരുന്നതല്ല. അപ്പോൾ നമുക്ക് ലിവറിലെ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടുതലായി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ പലരും ആളുകൾ എന്താ വിചാരിക്കുക, അത് വയറിൻ്റെ പ്രശ്നമാണ്, അവരടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു ഗ്യാസിൻ്റെ മരുന്ന് അങ്ങ് വാങ്ങിയിട്ട് കുടിക്കും. പിന്നെ നമ്മൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇത് മരുന്ന് കഴിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കുമ്പോഴാണ് ഇവർ ഒരു ഡോക്ടറെ കാണിക്കുന്നതും. അപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴേക്കും കൂടുതൽ ഇതിലേക്ക് ബുദ്ധിമുട്ട് പോലെയുള്ള അൾസറിലേക്ക് പോയിട്ടുണ്ടാകും. ശരിയാണ്, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫാറ്റി ലിവർ, അതുപോലെ പാൻക്രിയാസിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പിത്തസഞ്ചിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മളെ ചില സ്റ്റൊമക്കിന് ഉണ്ടാവുന്ന അതായത് ഇപ്പോൾ IBS ഒക്കെ പോലുള്ള കണ്ടീഷൻസ്, ഇതിനൊക്കെ ഉണ്ടാവുന്ന ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും കോമൺ ആയിട്ടായിരിക്കും. നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കാനിങ്ങോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് എന്താണ് എക്സാക്റ്റ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ പേഷ്യൻസ് വന്നിട്ട് ഗ്യാസ് എന്നുള്ള പറയുന്ന ഇതിന് നമ്മൾ വെറും ഈ ആൻറ്റാസിഡുകൾ എഴുതി വിട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. എക്സാക്റ്റ് അത് എന്താന്നുള്ളത് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ബാക്കി മെഡിസിൻസ് കാര്യങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ. അതായത് സ്വയം ചികിത്സ നമ്മൾ ഫസ്റ്റ് ഒഴിവാക്കണം. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ്, അവരുടെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അത് ചോദിക്കണം. അവരുടെ ജോലി എന്താണ്, കൃത്യസമയത്തുള്ള ഭക്ഷണം ഉണ്ടോ, അല്ലെങ്കിൽ ജോലി നല്ല ടെൻഷനുള്ള ആളുകളുണ്ടാവും. ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ, ടെൻഷൻ എന്ന് പറയുന്നത് എല്ലാ അസുഖത്തിനുള്ള മെയിൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ടെൻഷൻ തന്നെയാണ്. വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാനമായിട്ട് വരുന്നത് ടെൻഷനാണ്. അപ്പോൾ നമ്മൾ അവരുടെ ജോലി കാര്യങ്ങൾ ചോദിക്കണം, അവരുടെ ഹിസ്റ്ററി എടുക്കണം നമ്മൾ. എന്നാലും നമുക്ക് അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, കൃത്യസമയത്തുള്ള ഭക്ഷണം കഴിക്കാത്ത
പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്ത ആളുകളുണ്ടാകും, അതല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ കൂടുതൽ ആളുകളും ഇന്നത്തെ ഇതിൽ അതുപോലെ തന്നെ ഡോക്ടർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സിറ്റിംഗ് ജോബ്. ഇന്നത്തെ IT, അതുപോലെ അക്കൗണ്ടിങ്, അതുപോലെ അതുമല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സിറ്റിംഗ് എന്നുള്ളത് വളരെ ഒരു ബുദ്ധിമുട്ടാക്കുന്നതാണ്. നമുക്ക് കൂടുതൽ സമയം ഇങ്ങനെ ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവർക്ക് രക്തോട്ടം കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ദഹനം നടക്കുന്നില്ല. പല ആളുകളും നമുക്ക് ലഞ്ചിന് സമയം കൊടുക്കുന്നുണ്ടെങ്കിലും അത് കഴിച്ച ഉടനെ വീണ്ടും വന്ന് ഇരിക്കുകയാണ്. അത് ദഹിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ദഹനം കുറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും കണ്ടുവരുന്നത്. ഈ സിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് സ്മോക്കിംഗ് എന്നുള്ള അതാണ് പറയപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുത്തം എന്നുള്ളത് ഓക്കെ, നമ്മൾ റിലാക്സ്ഡ് ആണ്, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അതെ ഒരേ പൊസിഷനിലുള്ള ഇരുത്തം വരുമ്പോഴാണ് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. നമ്മളെ വയറിലുള്ള മസിൽസിനൊന്നും ഒരു മൂവ്മെന്റ് നടക്കാതെ വരുന്നതും, അതുപോലെ തന്നെ പല എൻസൈംസ് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അത്തരം കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടുതലായിട്ട് വരാറുണ്ട്. ഈ സിറ്റിംഗ് ജോബിൽ മറ്റൊന്നാണ് നമ്മൾ പൈൽസ്, ഫിഷർ പോലുള്ള അസുഖങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ സിറ്റിംഗ് എന്നുള്ളതാണ്. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ടെൻഷൻ. ഈ പേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ കമൻറ്റ് വരാറുണ്ട്, ടെൻഷൻ എങ്ങനെയാ ഇപ്പോൾ ഇതിനെ ബാധിക്കുന്നത്, നമ്മളെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരൊരു കളിയാക്കിയിട്ടാണ് ടെൻഷൻ അത് എന്താണ് ഇപ്പോൾ ഇതിലുള്ളത് എന്നുള്ളത്. ശരിക്കും നമ്മൾ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ കോർട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് അത് പലപ്പോഴും നമ്മളെ ബൈൽ എന്നുള്ളതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഈ ബൈല് നമ്മുടെ ഡൈജഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അത് പല ഡൈജഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ബൈല്. അപ്പോൾ ഈ കോർട്ടിസോൾ കൂടുന്ന സമയത്ത് നമ്മൾ ബൈലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഭക്ഷണം യഥാക്രമം ദഹിക്കാത്തൊരവസ്ഥ ഉണ്ടാവുകയും അതിനെ തുടർന്ന് അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. ഇപ്പം ഞാൻ വെറും ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വയർ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും അതിനെ തുടർന്ന് വരാറുണ്ട്. ഈ ടെൻഷൻ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ ബാധിക്കുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ IBS പോലെയുള്ള അസുഖങ്ങൾക്ക് പ്രധാനമായിട്ടൊരു കാരണമാണ്. കാരണം നമുക്ക് ഈ ടെൻഷനുള്ള ആളുകളിലാണ് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി വരിക, അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ പോകണം തോന്നുക, അല്ലെങ്കിൽ വയറിന് എരിച്ചിൽ, നീറ്റൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൂടുതൽ ടെൻഷനുള്ള ആളുകളിലാണ്. അപ്പോൾ ഈ IBS പോലെയുള്ള അസുഖങ്ങൾക്ക് മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും കുറേ ഗ്യാസിൻ്റെ മരുന്നുകളൊക്കെ എടുത്തിട്ട് കാര്യമല്ല, അവരുടെ ടെൻഷൻ കുറക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അല്ലെങ്കിൽ മെഡിക്കേഷൻ ഒക്കെ എന്തെങ്കിലും ആയിട്ട് ചെയ്തിട്ട് അവരുടെ ടെൻഷൻ കുറക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ഗ്യാസിനോ അല്ലെങ്കിൽ ദഹനം നടക്കാനോ ഷോപ്പിൽ പോയിട്ട് മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചിട്ട് കാര്യമല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പൈൽസിൻ്റെയും ഫിഷറിൻ്റെയും ഫിസ്റ്റുലയുടെയും കാര്യം പറഞ്ഞതും. ഈ നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലൊന്നാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫൈബർ ഫുഡിൻ്റെ, അതായത് ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണ രീതികൾ, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള മീറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വഴി ഫൈബർ ഫുഡ് നമ്മൾ പൊതുവേ ഭക്ഷണത്തിൽ കുറയുന്നുണ്ട്. ആ കുറയുന്നത് പലപ്പോഴും കോൺസ്റ്റിപ്പേഷന് കാരണമാക്കുകയും, അതായത് മലബന്ധത്തിന് കാരണമാക്കുകയും അതിനെ തുടർന്നിട്ടാണ് ഈ പൈൽസും ഫിഷറും ഫിസ്റ്റുലയൊക്കെ വരുന്നത്. പലരുടെയും തെറ്റിദ്ധാരണയുണ്ട് തോന്നുന്നു അല്ലേ, ഈ പൈൽസും ഫിഷറൊക്കെ ഒന്നാണ് എന്നുള്ളത്. അതെ, പൈൽസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള ഞരമ്പുകൾ തടിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് മലബന്ധം കുറെ കാലങ്ങളായിട്ട് മലം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ മലം കറക്റ്റ് പോകുന്നില്ലെങ്കിൽ ആ ഭാഗത്ത് രക്തോട്ടം കുറയും. ഇങ്ങനെ രക്തോട്ടം കുറയുമ്പോൾ ആ ഞരമ്പുകൾ തടിച്ച് വീർത്ത് വരുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ആളുകൾ ഇപ്പൊ മലം പോയി കഴിഞ്ഞാൽ വേദനയൊക്കെ വരുന്ന സമയത്ത് അത് പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വേദന വരുന്നത് നമുക്ക് കൂടുതലും ഫിഷർ രോഗത്തിനാണ്. നമ്മുടെ മലദ്വാരത്തിന്റെ സൈഡ് പൊട്ടിയിട്ട് മുറിവ് വരുന്നതിന് നമ്മൾ ഫിഷർ എന്ന് പറയാം. ഇപ്പം നല്ല മലം ടൈറ്റിൽ പോണ ആളുകളിൽ കൂടുതൽ പ്രഷർ എടുക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് ചെറിയ വിള്ളലുകൾ വരും. ഈ വിള്ളലുകൾ വരുന്നതിനെയാണ് നമ്മൾ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഫിഷർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഫിഷർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റൽ, പുകച്ചിൽ, വേദനയൊക്കെ വരും. അപ്പോൾ പലപ്പോഴും പേഷ്യൻസ് OPയിൽ വന്നിട്ട് പറയും, ഡോക്ടർ എനിക്ക് പൈൽസ് ആണ്, നല്ല വേദനയാണെന്ന് പറയും. എക്സാമിൻ ചെയ്യുമ്പോഴാണ് അവിടെ ഫിഷർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പൈൽസിന് കൂടുതൽ നമുക്ക് ബ്ലീഡിങ് ആണ് വരിക. കാരണം ഈ തടിപ്പുകൾ
നരമ്പുകളാണല്ലോ തടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ മലം പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഇത് പൊട്ടിയിട്ട് നല്ല രക്തം ചീറ്റി പോകും ചില ആളുകളിൽ. അങ്ങനെ ചീറ്റി പോകുന്ന രക്തമാണെങ്കിൽ അത് പൈൽസ് തന്നെയാണ്. എന്നാൽ മലത്തിൽ നമുക്ക് ചെറിയൊരു വര പോലെയൊക്കെ ബ്ലീഡിങ് വരാറുണ്ട്. മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു വര പോലെ ബ്ലീഡിങ് ചെറുതായിട്ട്, അത് നമുക്ക് ഫിഷർ രോഗത്തിനാണ് അങ്ങനെ വരുന്നത്. ഫിഷറിനായിരിക്കും ഭയങ്കര വേദന കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് നമുക്കറിയാം. ഫിസ്റ്റുല അറിയുന്നത് നമ്മുടെ മലദ്വാരത്തിൽ നിന്ന് വേറൊരു റൂട്ടായിട്ട് തന്നെ വേറൊരു ദ്വാരം വരുന്നത്, ബൈപ്പാസ് പോലെ വന്ന് കിടക്കുന്നത്. അതും ഈ കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം ഉള്ള ആളുകൾ തന്നെയാണ് ഫിസ്റ്റുല വരുന്നത്. അപ്പോൾ കൂടുതലും നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയും അതുപോലെ ഹോട്ടൽ ഫുഡ് എന്നുള്ള ഫുഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഇന്നത്തെ ആളുകൾക്ക് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള ടൈമില്ല, അതുപോലെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനുള്ള ഒരു ടൈമില്ല. അങ്ങനെ വരുമ്പോഴാണ് ദഹനത്തിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണല്ലോ അല്ലേ പറയുന്നത്. ചവച്ചരച്ച് കഴിക്കണം ഭക്ഷണം, നമ്മൾ ചവച്ചരച്ച് കഴിക്കുക, ടൈം എടുത്തിട്ട് കഴിക്കുക, പിന്നെ ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം ഇടക്കിടക്കായിട്ട് കഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ദഹന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതൊക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലെയുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസിലേക്ക് പോകുന്നത് നമുക്ക് തടഞ്ഞു വെക്കുകയും ചെയ്യാം. ഈ ഞാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദഹനം എന്താ പറയാ, ദഹനം എന്ന് പറയുന്നത് വായ മുതൽ നമ്മളെ ആനൽ ഭാഗം വരെയാണ് എന്നുള്ളതാണ് പറയപ്പെടാറുള്ളത്. നമ്മുടെ വായ മുതൽ നമ്മുടെ മലദ്വാരം വരെയുള്ള എവിടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് സിംറ്റംസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഗ്യാസും അതുപോലെ നെഞ്ചിരിച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. പിന്നെ പലപ്പോഴും ചിലപ്പോൾ സ്കിന്നിലൊക്കെ ഡിസ്കളറേഷൻ, അതായത് ലിവർ കംപ്ലൈന്റ് ഒക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ യെല്ലോയിഷ് സ്കിൻ ആയിരിക്കാം. പിന്നെ പലപ്പോഴും ഈ ഡൈജഷൻ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻസ് കാര്യങ്ങളൊന്നും അബ്സോർപ്ഷൻ നടക്കാത്തതിന്റെ ഭാഗമായിട്ട് ഡെഫിഷ്യൻസീസ് കാര്യങ്ങളായിട്ട് വരാം. പിന്നെ അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഛർദി കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അല്ലേ. പല ആളുകളും ഇപ്പോൾ ഒ പിയിൽ വന്നിട്ട് പറയും, ഞാൻ എൻഡോസ്കോപ്പി ഒക്കെ എടുത്തു ഡോക്ടറെ, വയറിൽ ഒരു പ്രശ്നവുമില്ല, പിന്നെ എന്താണ് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയുമ്പോഴോ അല്ലെങ്കിൽ വയറിൻ്റെ സ്കാനിങ് എടുക്കുമ്പോഴാണ് അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, അല്ലെങ്കിൽ പിത്താശയത്തിൽ കല്ലുണ്ടാവും. പിത്താശയത്തിൽ കല്ല് വന്നു കഴിഞ്ഞാലും നമുക്കിതുപോലെ ഞാൻ പറഞ്ഞ ബൈലിൻ്റെ, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ബൈലിൻ്റെ പ്രശ്നങ്ങൾ വന്നിട്ട് അങ്ങനെ നമുക്ക് കൊഴുപ്പൊക്കെ ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. പലപ്പോഴും ഇത് ആളുകൾ അറിയുന്നില്ല. അവരിങ്ങനെ ഗ്യാസിന്റെ മരുന്ന് വയറിന്റെ പ്രശ്നമായിരിക്കും എന്ന് വിചാരിക്കും. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ എൻഡോസ്കോപ്പി എടുത്തിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല, എന്നിട്ടും മാറുന്നില്ല എന്നാണ് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പരിധി വരെ നമ്മളെ ഭക്ഷണം റെഗുലേറ്റ് ചെയ്താൽ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ നോൺ വെജ് കാര്യങ്ങൾ കുറച്ച്, ഫൈബർ ഫുഡുകൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുക. അത് ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ പ്രോപ്പറായിട്ട് ഡയറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് ഒ പിയിൽ വന്ന് പറയാറുണ്ട്, ഇപ്പം ഞാൻ ചില ഫുഡുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും അവർക്ക് പറ്റാറില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ചിലരുടെ അടുത്ത് പറയും നേന്ത്രപ്പഴം കഴിക്കാൻ പറയും. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അത് ആൽക്കലൈൻ നാച്ചറാണ്, അത് ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അതുപോലെ നല്ലതാണ് ഈ തൈര്, മോര് പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത്, പ്രോബയോട്ടിക്കുകൾ നന്നായിട്ട് കഴിക്കുന്നത്. പക്ഷേ ഈ പ്രോബയോട്ടിക് തൈര് കഴിക്കാൻ പറയുമ്പോൾ ചിലർക്ക് അത് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ്. അപ്പോൾ യഥാക്രമം എന്താണ് നമ്മുടെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ വയറിനുള്ള കംപ്ലൈൻറ്റ് എന്നുള്ളത് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാത്രം അവരടുത്തുനിന്ന് ഡയറ്റ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. നമ്മൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ തരുന്ന ഇൻഫർമേഷൻ ജനറലായിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആയിരിക്കും. പക്ഷെ പലർക്കും ഓരോരുത്തരുടെ ബോഡി ഓരോ ഫുഡിനോടായിരിക്കും ഇൻടോളറൻസ് ഉണ്ടാവുക. അപ്പൊ ചില ആളുകൾക്ക് ഗോതമ്പ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചില ആളുകൾക്കാണെങ്കിൽ ഗോതമ്പ് കഴിച്ചാൽ ഗ്ലൂട്ടൻ അലർജി ഉണ്ടാവും, പിന്നെ വയറിൽ ദഹനത്തിന്റെ പ്രശ്നം വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണാറുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ ബോഡിക്ക് നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അതുപോലെ തന്നെയാണ് ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നത്, പാലിന്റെ അലർജി ചിലർക്ക് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അത്തരം ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമുക്ക് മലയാളികൾക്കിടയിലുള്ള ഒരു സ്വഭാവം ടോയ്ലറ്റ് ശീലങ്ങളുണ്ട്. അതെ, കുറെ ടൈം ബാത്റൂമിൽ ഇരിക്കുക, ഫോൺ കൊണ്ടുപോയിട്ടിരിക്കുക. പണ്ട് അത് ന്യൂസ് പേപ്പർ ആയിരുന്നു, ഇപ്പൊ അത് ഫോണാണ്. ഡ്യൂറേഷൻ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായിരിക്കും.
പുരുഷന്മാരിലാണ് ഇങ്ങനെയുള്ള പ്രശ്നം പറയാറുള്ളത്. സ്ത്രീകൾ കാരണം മറ്റു തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ബാത്റൂമിൽ ഇരിക്കാനുള്ള ടൈം ഇല്ല, അതാണ് അവരുടെ പ്രശ്നം. പക്ഷെ പുരുഷന്മാരാണെങ്കിൽ നേരെ തിരിച്ച് അവർ കൂടുതൽ സമയം ഫോണിൽ നോക്കിയിട്ട് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ കൂടുതൽ ടൈം ഇരിക്കുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴും ഈ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ വരാനും അത് ഫിഷറിലോട്ടൊക്കെ പോകാനും. അതുപോലെ തന്നെ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾ ടോയ്ലറ്റ് പോയിരിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ എന്നാണ് നമ്മളെ ഇൻഡസ്റ്റൈൻസിനൊക്കെ പറയുന്നത്. അധികം കൂടുതൽ ഞരമ്പുകൾ കാര്യങ്ങൾ കുറേ സർക്കുലേഷൻസ് ഒക്കെ കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ടോയ്ലറ്റ് പോവാന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓക്കെ ടോയ്ലറ്റ് പോവാന്നുള്ളൊരു കണ്ടീഷൻ വരും. മറ്റേത് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് എന്താ ഫോണും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. അത് ശ്രദ്ധിക്കണോ ഇത് ശ്രദ്ധിക്കണോ എന്നുള്ളത്. അപ്പോഴും നമുക്ക് ഇതേപോലെ കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറെ മറ്റൊരു ടോയ്ലറ്റ് ശീലമാണ് പല ആളുകൾക്കും ഇപ്പോൾ ഈ തിരക്ക് കാരണം ബാത്റൂമിൽ പോകണം തോന്നിക്കഴിഞ്ഞാലും പിടിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട്. അത് കുട്ടികളിലാണെങ്കിലും മുതിർന്ന ആളുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ കാണാറുണ്ട്. ഇങ്ങനെ പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ മലം എത്രത്തോളം വൻകുടലിൽ കെട്ടി നിൽക്കുന്നോ അത്രത്തോളം വെള്ളം അതിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ പിന്നീട് ഒന്ന് പോകണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല ടൈറ്റിലായിരിക്കും പോകുന്നത്, കാരണം കൂടുതൽ ഡ്രൈ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം സ്വഭാവമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ശീലങ്ങളും ഈ ഇങ്ങനെയുള്ള ടോയ്ലറ്റ് ശീലങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ പ്രായമായ ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ്ഡാണ്, അവരെ മസിൽ മൂവ്മെന്റ്സ് ഒക്കെ കുറവാണ്, ടോട്ടലി മൂവ്മെന്റേ കുറവാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സിറ്റിംഗ് ജോബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിംഗ് ജോബ് ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത്. അതിനിപ്പോൾ ഈ സിറ്റിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഇരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ റൂമിന്റെ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ, അതായത് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും. അതൊന്ന് നോക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ വരുമ്പോഴെങ്കിലും എഴുന്നേറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ നമ്മുടെ ഡൈജഷനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ കൂടുതൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ടെൻഷൻ, നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ നമ്മളെല്ലാ അസുഖത്തിനുള്ള കാരണമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടെൻഷൻ കുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക, യോഗ ചെയ്യുന്നത്. നമുക്കിപ്പോൾ എല്ലാ ദിവസവും ടൈം കിട്ടുന്നില്ലെങ്കിലും ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ടെൻഷൻ കുറക്കാനുള്ളത് പുറത്തൊക്കെ ഒന്ന് പോവുക, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ടൈം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഹോബീസ് എന്തെങ്കിലും, മ്യൂസിക് ഒക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ സമയം അതിലിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഈ ഒരു ഭക്ഷണ രീതിയിലും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പച്ചക്കറി തോട്ടത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറിലുള്ള കംപ്ലീറ്റ് അസുഖങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഈ ചെറിയ പൊടിക്കൈകളൊക്കെയാണ് നമ്മൾ ഈ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ നമുക്ക് ക്ലിയർ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഉള്ള ഫുഡുകൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒരു 5-10 എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക ഡോക്ടറെ. അത് കഴിക്കുന്നത് നല്ല ഫൈബർ റിച്ച് ഉള്ളതാണ്. പലപ്പോഴും ഈ IBS പോലുള്ള അസുഖങ്ങൾക്ക് ഫൈബർ കണ്ടന്റ് കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ കൂടാറുണ്ട്. പക്ഷേ ഈ കറിവേപ്പിൻ്റെ ഇല നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് വഴി പൊതുവെ അവരെ കംപ്ലൈൻറ്റ്സ് കുറയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ കറിവേപ്പില ഉപയോഗിക്കുമ്പോൾ നമുക്ക് തൈരിലാക്കിയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കും. തൈര് പ്രോബയോട്ടിക്കും കൂടെ ആണല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ തൈര് കഴിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള ഗുഡായിട്ടുള്ള ബാക്ടീരിയ ഒക്കെ വളരാനും നമ്മളെ ചീത്ത ബാക്ടീരിയ നശിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ തൈരിലാക്കിയിട്ട് അങ്ങനെ നമുക്ക് പോലൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാം. അതുപോലെയാണ് ഡോക്ടർ H. പൈലോറിന്റെ ഇൻഫെക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക എൻഡോസ്കോപ്പി എടുത്തു കഴിഞ്ഞാലും H. പൈലോറിന്റെ ബാക്ടീരിയ പ്രസന്റ് ആണെന്ന് കാണിക്കുന്നത് വളരെ കോമൺ ആണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാബേജ്. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്യാബേജ് ഉപയോഗിക്കുക. നന്നായിട്ട് പെസ്റ്റിസൈഡ് ഒക്കെ ഉൾപ്പെടുന്നതാണ് ക്യാബേജിൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ അവൈലബിൾ അല്ല ഈ ക്യാബേജ്. അതെ, ഈ ക്യാബേജ് നന്നായിട്ട് നമുക്ക് ജ്യൂസ് പോലെയോ അല്ലെങ്കിൽ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് H. പൈലോറിന്റെ ഗ്രോത്ത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. വളരെ നല്ലതാണ്.
അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പൈൽസൊക്കെ ഉള്ള ആളുകൾ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധമൊക്കെ ഉള്ള ആളുകൾ നമ്മൾ ഫൈബർ കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കഴിക്കണം എന്നുള്ളത് പലർക്കും ഒരു സംശയമായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 25-30 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ വെള്ളം പറയുന്നത് നമ്മൾ 2.5-3 ലിറ്റർ വെള്ളം കുടിക്കണം. അത് ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോ ജോലി ചെയ്യുന്നവർക്ക് വ്യത്യാസം ഉണ്ടാവും. പേസിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്ര വെള്ളത്തിന്റെ ആവശ്യമില്ല, കാരണം അത്ര വിയർത്ത് പോകുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ കൂടുതൽ നമ്മൾ വെയിലൊക്കെ ജോലി ചെയ്യുന്ന ഇതില് ജോലി ചെയ്യുന്ന കൂടുതൽ വരുന്ന സമയത്ത് അപ്പൊ കൂടുതലായിട്ട് വിയർക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരു 3-3.5 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. അത് എല്ലാവരും കുടിക്കണം എന്നല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് ദഹന പ്രശ്നങ്ങളും അതുപോലെ മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത്തരം വെള്ളമൊക്കെ നമ്മൾ അത്രയും എമൗണ്ടിൽ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന കാര്യം പറയുന്ന കേസിൽ എല്ലാവർക്കും ഉണ്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്ന ഒരു ശീലം. അത് മാക്സിമം ഒഴിവാക്കുക. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള നല്ല ചെറിയ ഫൈബേഴ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആയിട്ട് അതിൻ്റെ നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ നന്നായിട്ട് കഴിക്കാൻ നല്ലത് റോ ആയിട്ട് തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചവച്ചരച്ച് കഴിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ആകുമ്പോൾ അതിൽ കൂടുതൽ ആഡഡ് ഷുഗർ കാര്യങ്ങൾ വരും. അത് പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് കട്ട് ചെയ്യേണ്ടതാണ് ഷുഗറും. അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുമ്പോൾ സാലഡുകളായിട്ട് കഴിക്കുക. ആ സാലഡിൽ തന്നെ ഇത്തിരി ഒലീവ് ഓയിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലതാണ്. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും അൾസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒലീവ് ഓയിലും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാലഡുകൾ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ ചില പേഷ്യൻസ് ഒപ്പിയിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് അറ്റാക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, വേദന പെട്ടെന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ECG ഒക്കെ എടുത്ത് നോക്കാൻ പറയും, അതല്ലെങ്കിൽ മറ്റേ ടെസ്റ്റ് എക്കോ ഒക്കെ എടുത്താലും അവർക്കൊക്കെ നോർമലായിരിക്കും. പക്ഷെ പെട്ടെന്ന് ഈ വേദന വരുന്ന സമയത്ത് അവർ ചെസ്റ്റിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം കാർഡിയോളജിസ്റ്റിനായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് വേദനയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കുമോ? ഓക്കെ, അങ്ങനെ വരുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പെയിനുകളും നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ വയറുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ഗ്യാസ് എന്നുള്ളതാണ് തെറ്റിദ്ധരിക്കാറ് എന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ അറ്റാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ശരീരം വിയർക്കുന്ന ഒരു കണ്ടീഷൻ വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ തന്നെ ഒന്നിങ്ങനെ ആടുന്ന പോലെ, വെർട്ടിഗോ എന്ന് പറയാൻ പറ്റില്ല, ഒരു സുഖക്കുറവ് തോന്നുന്നുണ്ടായിരിക്കും, തലയ്ക്കൊക്കെ ഒരു ഹെവിനെസ് വരുന്നുണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും ആ പെയിന് പല കൈകളിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഭാഗത്തേക്ക് വരാം. അതുപോലെ കയ്യിലൊക്കെ തരിപ്പ് കാര്യങ്ങൾ, കൈ കാലൊക്കെ തരിപ്പ് വരാം. അത്തരം സിറ്റുവേഷനിലൊക്കെയാണ് പൊതുവെ ഈ അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനുള്ള പെയിൻ വരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസിൻ്റെ പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാരിയലിൻ്റെ ഈ ഭാഗത്തായിട്ട് നന്നായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്യാസിനുള്ള പെയിന് അതുപോലെ ജസ്റ്റ് ഉള്ള റിലീഫിനാണ് ഇതൊരു പ്രോപ്പർ താൽക്കാലിക. അതെ, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഹുക്കപ്പ് ചെയ്ത ശേഷം നന്നായിട്ട് താഴോട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് പലപ്പോഴും ഈ പെയിൻ ഒന്ന് റിഡക്റ്റ് ചെയ്യാൻ, അതെ, താൽക്കാലികമായിട്ടുള്ളൊരു മാറ്റത്തിന് നല്ലതാണ്. അതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ്മെന്റ് കൊടുക്കുന്നത്, വല്ലാതെ ഗ്യാസ് കയറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ പൊതുവെ ഗ്യാസ്ട്രിക് പെയിന് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ, ഇപ്പോൾ ഈ വലിയ ജീരകമൊക്കെ ചവച്ചരച്ച് കഴിക്കാൻ പറയാറുണ്ട്. ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ പെട്ടെന്നുള്ള വേദന, നമുക്ക് ചില ആളുകൾക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിയില്ല. അവർ പറയും ഡോക്ടർ ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല, ഗ്യാസ് കയറിയതാണ്, എന്താണെന്ന് അറിയില്ല എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് വലിയ ജീരകം ചവച്ചരച്ച് കഴിക്കാം. ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് അത് എമ്പക്കായിട്ട് നമുക്ക് ഗ്യാസ് മുകളിലോട്ട് പോകുക അല്ലെങ്കിൽ കീഴ്വായായിട്ട് പോവുകയോ ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റേ ചെറിയ ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി നന്നായിട്ട് ചതച്ചരച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി നല്ലതാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചരച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നതൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ വേദന പെട്ടെന്ന് പോവാൻ നല്ലതാണ്. അതുപോലെ ഡോക്ടർ, ഗ്രീൻ ടീ പലപ്പോഴും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടിനൊക്കെ വളരെ നല്ല റിലീഫാണ്. ഗ്രീൻ ടീൻ്റെ ഉപയോഗം നമ്മുടെ H. പൈലോറി ബാക്ടീരിയേൻ്റെ ഒക്കെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.
പക്ഷെ അൾസർ ഉള്ള ആൾക്കാർ വെറും വയറ്റിലൊന്നും ഗ്രീൻ ടീ കുടിക്കുന്നത് അത്ര നല്ലതല്ല. ചിലപ്പോൾ അൾസറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കൂടിയേക്കാം. പക്ഷേ ഈ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് പൊതുവെ നമ്മൾ കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഗ്രീൻ ടീ നല്ലതാണ്. അതുപോലെ തന്നെ H. പൈലോറിൻ്റെ ഇൻഫെക്ഷനൊക്കെ കുറയ്ക്കാനും ഗ്രീൻ ടീ വളരെ നല്ലൊരു കാര്യമാണ്. അതും നമ്മുടെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് ഗ്രീൻ ടീ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ടായിരിക്കുക. അതുപോലെ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, പുകവലി മദ്യപാന ശീലമുള്ളവർ. ഇപ്പോൾ നമ്മുടെ വയറിൻ്റെ ആണെങ്കിലും മൺകുടലിൻ്റെ ആണെങ്കിലും ഈ പൈൽസ്, ഫിഷർ, വിസ്റ്റുല പോലെ അസുഖങ്ങളാണെങ്കിലും നമ്മുടെ ദഹന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത് കൂടുതലും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത്തരം പുകവലി അതുപോലെ മദ്യപാനമുള്ള ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ, അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. അതാണ് അതിൽ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് മറ്റ് മെഡിസിൻസ് എടുത്തിട്ടേ കാര്യമുള്ളൂ. അനാവശ്യമായിട്ട് നമ്മൾ അസുഖത്തിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചെറിയൊരു വേദന, തലവേദനയോ വേറെ നമുക്ക് കഴുത്ത് വേദന എന്തെങ്കിലും ഒന്ന് വേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെയിൻ കില്ലർ പോയി മരുന്ന് ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ നമുക്ക് ടെൻഷനൊക്കെ ചില ആളുകൾ ഈ ആൻസൈറ്റി ഡിസോർഡറിനൊക്കെ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളിലൊക്കെ ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്നുകളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക. അതുപോലെ ഡോക്ടർ ഈ സ്പൈസി ഫുഡ്, ചിലർക്കൊന്നും അച്ചാറൊന്നും ഇല്ലാതെ ഭക്ഷണമേ ഇറങ്ങില്ല. ഈ പുറത്തുനിന്നുള്ള അച്ചാറ് കാര്യങ്ങൾ അതുപോലെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഈ ചില അച്ചാറുകൾ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അച്ചാറുകൾ പലതും ഈ പ്രോബയോട്ടിക് ആണ്. അത് പലർക്കും അറിയില്ല. അത് നല്ല സാധനങ്ങൾ, ഈ കക്കരിക്ക അതുപോലെ ക്യാരറ്റ്, ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് അച്ചാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഉപ്പോ സുറുക്കയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അതിന് പകരം ഇത്രയും ആപ്പിൾ സിഡർ വിനാഗിരിയൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ മൈൽഡായിട്ട് അച്ചാറുകൾ ഉണ്ടാക്കി പ്രിസർവേറ്റ് ചെയ്ത് 1 or 2 അല്പം ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ സിട്രസ് പഴങ്ങളുണ്ട്, പുളിയുള്ള ഫ്രൂട്ട്സുകൾ. പല ആളുകളും അത് നല്ലതാണെന്ന് പറയാറുണ്ട്, നമ്മൾ പല അസുഖത്തിനും പറയാറുണ്ട്. വിറ്റാമിൻ സി ഒക്കെ ഒരുപാടുള്ള ഫ്രൂട്ട്സുകളാണ്. പക്ഷേ സിട്രസ് പഴങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ നെഞ്ചിരിച്ചിൽ, പൊളിച്ചതികട്ടൽ, അതായത് GERD പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ വയറിൽ അൾസറൊക്കെ ഉള്ള ആളുകൾക്ക് അത്ര നല്ലതല്ല. ഈ പുളിയിട്ട കറി, അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ്, അച്ചാറ്, നെല്ലിക്ക, നാരങ്ങ പോലെയുള്ള പുളിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. അത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ അത് ഒന്നുകൂടെ ആസിഡ് ഉള്ളതാണ്. അപ്പോൾ ഈ ആസിഡിറ്റി കാര്യങ്ങൾ ഒന്നുകൂടെ കൂടുതലാവുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരം ആളുകൾ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള സിട്രസ് പഴങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യമാണ്. ഒരു 6 to 8 hours നമുക്ക് ഉറക്കമുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ മാക്സിമം 6 hours എങ്കിലും ഉറക്കമുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലരും ഇന്നത്തെ ജനറേഷൻ നമ്മൾ ലേറ്റ് നൈറ്റാണ് എല്ലാവരും ഫോണിൽ നോക്കി വീഡിയോസും കണ്ട് ഉറക്കമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 1 മണി 2 മണിയൊക്കെ ആയിട്ടായിരിക്കും അവർ കിടക്കുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ടാവും, പക്ഷേ അതങ്ങോട്ട് നീണ്ടു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പകരം നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നത് ശീലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കവും നമ്മുടെ ഗ്യാസ്ട്രിക് അസുഖങ്ങളുടെ, ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും പ്രോപ്പറായിട്ടുള്ള ഉറക്കം നല്ലൊരു സൊല്യൂഷനാണ്, അല്ലേ ഡോക്ടറെ? അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, ഡോക്ടറിൻ്റെ വയറിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എന്ത് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്? പലർക്കും ഡൗട്ടാണ്, ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാൽ തന്നെ ഒരുവിധം അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ വയറിൽ അൾസറൊക്കെ ആണെങ്കിൽ നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നീട് നമ്മൾ മെഡിസിൻ കഴിച്ചിട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് എൻഡോസ്കോപ്പി എടുക്കാൻ പറയും. എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ വായിലൂടെ കുഴലിറക്കിയിട്ടുള്ള ടെസ്റ്റ്. അങ്ങനെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തെങ്കിലും അൾസർ ഉണ്ടോ, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ്, RUT ടെസ്റ്റ്, അത് H. പൈലോറി ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ്. അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നത് നല്ലതാണ്, കാരണം ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ. അതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുക, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക, കാരണം തൈറോയ്ഡ് ഉണ്ടെങ്കിൽ വരാം, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ
വേണമെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അസുഖം ഉള്ളത് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മളിങ്ങനെ മരുന്നുകൾ വാങ്ങി കഴിക്കുന്നതിന് പകരം ആദ്യം ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് അസുഖം എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്താണ് അസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റുകയും ചെയ്യാം. അതുപോലെ നമ്മൾ ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളത് നോർമലി ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഡോക്ടേഴ്സും ചെയ്യുന്നത്. ഓരോ അസുഖങ്ങളും അല്ലെങ്കിൽ ഓരോ ലക്ഷണങ്ങളും ഫൈൻഡ് ഔട്ട് ചെയ്ത് അതെന്തിൻ്റെയൊക്കെ അസുഖങ്ങളായിരിക്കും അതിന് വേണ്ട ടെസ്റ്റുകൾക്ക് വിട്ട് അതും റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റെപ്പട്രൈസേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, അതുപോലെ തന്നെ രോഗിയുടെ നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഹോമിയോയിൽ. നമ്മൾ ലക്ഷണങ്ങൾ മാത്രമല്ല നോക്കുന്നത്, അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളൊക്കെ നോക്കി അതിനനുസരിച്ച് ഇവൻ ടെൻഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് വേണ്ട മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് IBS പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അൾസർ എന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം നമ്മൾ ഡയറ്റ് ചാർട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ വെറും മെഡിസിൻസ് മാത്രം കൊണ്ട് നമുക്ക് എന്തായാലും മാറ്റങ്ങൾ വരില്ല. ഒപ്പം നമ്മുടെ ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തണം, ഭക്ഷണങ്ങളിൽ മാറ്റം വരുത്തണം, നമ്മുടെ ടോയ്ലറ്റ് ശീലങ്ങൾ ശരിയാക്കണം. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ഇത് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ടായിരിക്കുക. അതിന് തന്നെ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി എക്സാക്റ്റ് ഡയഗ്നോസ് ചെയ്തിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും ഇപ്പോൾ ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് എന്നുള്ളതല്ല, ഓരോ വ്യക്തിയുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുത്തിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും മരുന്നുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഹോമിയോയിൽ അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് അൾസർ ഉള്ള രണ്ടാൾ വന്നാൽ ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നാവില്ല ചിലപ്പോൾ മറ്റാൾക്ക് കൊടുക്കുന്നത്. കാരണം ഓരോരുത്തരുടെ ബോഡി അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. ചിലർക്ക് ഭക്ഷണ രീതികളായിരിക്കാം മാറ്റം, ചിലർക്ക് അതിന്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം മാറ്റം. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എന്താണോ കാരണം അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഹോമിയോയിലുണ്ട്. അതിനനുസരിച്ച് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്യൂർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. നിങ്ങൾക്ക് സൊല്യൂഷൻ മാക്സിമം ഞങ്ങൾ തരാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആൻഡ് ഡോക്ടർ ശ്രേയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.